ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹൈവേ ജോമെട്രിക് ഡിസൈൻ എന്നുള്ള ടോപ്പിക്കിൽ ഗ്രേഡിയൻ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ പ്ലെയിൻ ടെറൈൻ, എന്ത് ടെറൈനാണ്? പ്ലെയിൻ ടെറൈൻ എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് ഈസ് ലിമിറ്റഡ് ടു. അപ്പോൾ നമ്മുടെ ടേബിൾ ഓർക്കണം. എന്താണ് ടെറൈന്? പ്ലെയിന് റോളിംഗ് ടെറൈൻ ആയിരുന്നു ഫസ്റ്റ് കോളം അല്ലേ. അപ്പോൾ അവിടെ എത്ര ആയിരുന്നു വന്നേ? 1 in 3.3, ഓക്കെ, സോറി 3.3%, പിന്നെന്തായിരുന്നു? 3.3% റൂളിംഗ് 3.3% റൂളിംഗ് ഗ്രേഡിയൻറ്റും ലിമിറ്റിംഗ് ഗ്രേഡിയൻ്റ് എത്രയായിരുന്നു? 5%, എക്സെപ്ഷണൽ ഗ്രേഡിയൻ്റ് എത്രയായിരുന്നു? 6% ആയിരുന്നു അല്ലേ. അപ്പോൾ എത്രയായിരുന്നു? 6% എന്ന് വരുമ്പോൾ എത്ര വരും? 6%നെ കൺവേർട്ട് ചെയ്ത് നോക്കിയേ, എത്ര വരും? എത്ര 6% എന്ന് വരുമ്പോൾ കൺവേർട്ട് ചെയ്യുന്നത് നോക്കിയേ, 1 in 15 ആൻസർ വരും. ഓക്കെ, 6.7% അറൗണ്ട് ആയിരുന്നു. 6.7%, 5%, 3.3% ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എവിടെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ 6.7%നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 in 15 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1 in 15 എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ 1 in 15 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ഇങ്ങനെ ചെയ്താലും മതി. നമുക്ക് എന്താണ്? നമുക്ക് അറിയാവുന്ന 6.7 നമുക്കറിയാം അല്ലേ. അപ്പോൾ 100 / 6.7 കിട്ടുമ്പോൾ നമുക്ക് ഈ ഡിനോമിനേറ്ററിൽ വരേണ്ട വാല്യൂ കിട്ടും. അറൗണ്ട് 14.915 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, അടുത്തൊരു പ്രോബ്ലം. ഗ്രേഡിയൻ്റ് ഓൺ എ ഹൈവേ ഈസ് 1 in 15. നമുക്ക് തന്നിട്ടുള്ള എന്താ? ഗ്രേഡിയൻ്റ് ഞാൻ G എന്ന് എഴുതുക, അത് തന്നിട്ടുണ്ട്. 1 in 15 തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദ കർവ് ഈസ് എത്രയാണ്? കർവ് ഈസ് എന്നാണ്. റേഡിയസ് ഓഫ് ദ കർവ് ഈസ് 150 മീറ്റർ. നമുക്ക് റേഡിയസും തന്നിട്ടുണ്ട്. ആഫ്റ്റർ ഗ്രേഡ് കോമ്പൻസേഷൻ, നമ്മൾ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുത്തു. ഗ്രേഡ് ടു ബി പ്രൊവൈഡഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4%. നമ്മൾ IRCയും പറയുന്നുണ്ട് ഗ്രേഡ് കോമ്പൻസേഷൻ കഴിയുമ്പോൾ ഗ്രേഡ് 4% കുറയാൻ പാടില്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നോക്കിയേ, നമുക്ക് തന്നേക്കുന്നത് എന്താ? നമുക്ക് തന്നേക്കുന്നത് ഗ്രേഡിയൻ്റ് തന്നത് 1 in 15. 1 in 15 ഗ്രേഡിയൻ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജിലാക്കാം? 1 in 15 × 100 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 6.67% എന്ന് വന്നു. ഇനി നമുക്ക് ഗ്രേഡ് കോമ്പൻസേഷന് 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? 30 + R/R ഉം 75/R ഉം. 30 + 150/150 1.2% എന്ന് വന്നു. പിന്നെന്താണ്? 75/R എന്ന് പറയുമ്പോൾ 0.5% എന്ന് വന്നു. അപ്പം ഗ്രേഡ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എന്ത് വരും? മിനിമം ഓഫ് ദീസ് 2 വാല്യൂസ്, മിനിമം ഓഫ് 1.2 അല്ലെങ്കിൽ 0.5. എന്താണ് മിനിമം ഓഫ് 1.2 അല്ലെങ്കിൽ 0.5? 0.5%. അപ്പം നമ്മുടെ ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര വന്നു? 0.5% വന്നു. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എത്ര വരും? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് ആണെങ്കിൽ എത്ര? നമ്മുടെ 6.67 ആണ് നമുക്ക് കിട്ടിയ ഗ്രേഡിയൻ്റ്. അതിനകത്ത് നമ്മൾ എത്ര കുറയ്ക്കണം? 0.5 കുറയ്ക്കണം. അപ്പോൾ എത്ര വരും? 7, 1, 6.17 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. വാട്ട് ഈസ് ഗ്രേഡ് കോമ്പൻസേഷൻ എന്നാണ് 0.5%. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് ആണെന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റണേ. വാട്ട് ഈസ് ഗ്രേഡ് കോമ്പൻസേഷനിൽ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എത്രയാണ്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എത്രയാണ്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പം 6.17%. ഓക്കെ, വാട്ട് ഈസ് ഗ്രേഡ് കോമ്പൻസേഷൻ? ഗ്രേഡ് കോമ്പൻസേഷൻ എത്രയാണ്? 0.5% ആണ്. കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് ആണ് 6.17%. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ദ ലോഞ്ചിറ്റ്യൂണൽ ഗ്രേഡിയൻ്റ് ഓൺ എ റോഡ് ഈസ് 1 in 20. അപ്പം ഗ്രേഡിയൻ്റ് എത്ര പെട്ടെന്ന് കൺവേർട്ട് ചെയ്തേ? 1 in 20 × 100 എത്ര വരും? 5% വരും. ഓക്കെ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ കർവ് ഈസ് 150 മീറ്റർ. നമ്മൾ നേരത്തെ പോലെ തന്നെ റേഡിയസ് 150 മീറ്റർ. അപ്പോൾ എന്താ? ഗ്രേഡ് കോമ്പൻസേഷൻ ഈസ്, നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഗ്രേഡ് കോമ്പൻസേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷൻ എന്താ? മിനിമം ഓഫ് 30 + R/R അല്ലെങ്കിൽ എത്രയാണ്? 75/R. 30 + 150/150 എത്ര വരും? 180/150 എന്ന് വരും. അല്ലെങ്കിൽ 75/150 എന്ന് വരും. അപ്പോൾ 180/150 എത്ര ആയിരുന്നു നമുക്ക് മുമ്പ് കിട്ടിയത്? 1.2%, മറ്റേ 0.5%. അപ്പോൾ അതിനകത്തുള്ള മിനിമം ഏതായിരിക്കും? 0.5% ആയിരിക്കും മിനിമം വാല്യൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. 0.5% ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമ്മുടെ ആൻസർ. അടുത്ത നോക്കിയേ, ദ ലോഞ്ചിറ്റ്യൂഡൽ ഗ്രേഡിയൻ്റ് ഓൺ എ റോഡ് ഈസ് 1 in 20. ഇപ്പം അടുത്തതും 1 in 20 ഗ്രേഡിയൻ്റ്. അപ്പോൾ എത്രയാണ്? 1 in 20 × 100 5%. ഓക്കെ, ഇഫ് ദ റേഡിയസ് ഓഫ് ദ കർവ് ഈസ് 30 മീറ്റർ. ആർ എത്ര വേണം? 30 മീറ്റർ. അപ്പോൾ എന്താണ്?
ദ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? 30 + r/r. അപ്പോൾ എത്ര? 30 + 30 30 30 60 60/30 എത്ര വരും? 2%. ഇനി അടുത്ത എന്താണ്? അടുത്ത എന്താ? 75/r. 75/r എന്ന് പറയുമ്പോൾ എത്ര വരും? 75/30 എന്തായാലും 2ൽ കൂടുതലാണ് അല്ലേ? അറൗണ്ട് ഒരു 2.5 വരുവേ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ്. അപ്പോൾ ഗ്രേഡിയൻറ്റ് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യണം? ഒന്നെങ്കിൽ ഇതിനകത്തുനിന്ന് മിനിമം കുറയ്ക്കണം. മിനിമം എത്ര? 2 ആണ് കുറയ്ക്കേണ്ടത്. 5ൽ നിന്ന് 2 കുറച്ച് എത്ര ആയി പോകും? 3% ആയിപ്പോകും. 3% വരെ കുറയ്ക്കാവോ? പറ്റത്തില്ല. എവിടം വരെ ലിമിറ്റ് ചെയ്യണം? 4% ലിമിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 4%. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഓൺ ഹൈവേ? ഹൈവേയിലെ റൂളിംഗ് ഗ്രേഡിയൻറ്റ് എങ്ങനെ ആയിരിക്കണം? എത്ര ട്രാക്റ്റീവ് എഫർട്ട് എങ്ങനെ ആയിരിക്കണം? മിനിമം ട്രാക്റ്റീവ് എഫർട്ട് ആണ്. ഹോൾ ഗ്രേഡിയൻറ്റിലും മിനിമം ട്രാക്റ്റീവ് എഫേർട്ടിലും നമ്മുടെ വണ്ടിക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള ഗ്രേഡിയൻ്റ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? ബി ആണ്. അടുത്ത് നോക്കിയേ. അറ്റ് ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഓഫ് ഹൈവേസ് ഓഫ് റേഡിയസ് ആർ, the percentage reduction in gradient provided to compensate the loss of traction force due to curvature. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെയുണ്ടായിരുന്നു? 30 + r/r ഉണ്ടായിരുന്നു, 75/r ഉണ്ടായിരുന്നു. അതിനകത്ത് മിനിമം ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ടോ? ഇല്ല, 75/r ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 75/r ആണ്. ഇനി അടുത്ത് നോക്കിയേ. ദ കേംബർ പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റോഡ് ഈസ്, എന്താണ് ഇത്? ഓപ്ഷൻ ഇത് ഞാൻ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. 1/48 എന്ന് ഇവിടെ വരേണ്ടത്. 1/48 എന്ന് ഇവിടെ ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റൂളിംഗ് ഗ്രേഡിയൻറ്റ്? ഇതിനകത്ത് റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്ര വരും? നമ്മൾ കേംബർ പഠിച്ചപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. ഗോ ടു യുവർ ക്ലാസ്സസ് G2C. G എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്ന റൂളിംഗ് ഗ്രേഡിയൻറ്റ്. അത് 2 × കേംബറാണ്. കേംബർ എത്ര ആയിരുന്നു ഇവിടെ തന്നേക്കുന്നത്? 1/48. അപ്പോൾ എത്ര വരും? നമ്മുടെ ഗ്രേഡിയൻറ്റ് എത്ര വരും? 1/24 വരും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 1/48 വരായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ്? കേംബർ എത്രയാണ്? 1/48 ആണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. വൈൽ അലൈനിങ് എ ഹിൽ റോഡ് വിത്ത് എ റൂളിംഗ് ഗ്രേഡിയൻറ്റ്. റൂളിംഗ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? 1/20. 1/20 എന്ന് പറയുമ്പോൾ ഇനി എഴുതാമല്ലോ, 5% എന്ന് എഴുതാമല്ലോ. എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് ആർ = എത്രയാണ്? 80 മീറ്റർ. ദ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ? ഗ്രേഡ് കോമ്പൻസേഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഗ്രേഡ് കോമ്പൻസേഷൻ എത്ര കൂടെ കൊടുക്കാം? 30 + 80 / 80. അപ്പോൾ എത്ര വരും? 110 / 80 എന്ന് വരും. ഓക്കെ, അപ്പോൾ 110 / 80 എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. 110 / 80 എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു 1.375 വരും. ഓക്കെ, ഇനി 75 / r 75 / 80 വരുമ്പോൾ എത്ര വരും? 75/r എന്നുള്ള ഇക്വേഷൻ ആയത്. 75/80 എത്ര വരും? <<1 ആയിരിക്കും അല്ലേ? 0.9375 എന്ന് ആൻസർ വരുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. അപ്പോൾ എത്രയാണ്? നമുക്കപ്പോൾ ഗ്രേഡ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് ഏതാ? മിനിമം വാല്യൂ 0.9375 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എന്താണ്? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്ര വരും? കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുമ്പോൾ 5% 0.9375 കുറയ്ക്കണം. അപ്പോൾ 4 ആകുമോ? ഇല്ല, 4ന് ജസ്റ്റ് മുമ്പ് നിൽക്കും. അപ്പോൾ എത്രയാണെന്നറിയാമോ? 4.06 ആണ് ആൻസർ വരുന്നത്. 4.06 എന്ന് പറയുമ്പോൾ അതിന് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 100 / 4.06 ചെയ്ത് 100 / 4.06 ചെയ്യുമ്പോൾ 100/4 അറൗണ്ട് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര വരും? 1/25 വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വൈൽ ഡിസൈനിങ് എ ഹിൽ റോഡ് വിത്ത് എ റൂളിംഗ് ഗ്രേഡിയൻറ്റ്. ഇവിടെ റൂളിംഗ് ഗ്രേഡിയൻറ്റ് ഡയറക്റ്റ് തന്നിട്ടുണ്ട് 6%. ഇഫ് എ ഷാർപ്പ് ഹൊറിസോണ്ടൽ കർവ് ഓഫ് 50 മീറ്റർ. അപ്പോൾ റേഡിയസ് എത്ര കിട്ടി? 50 മീറ്റർ എന്ന് കിട്ടി. 50 മീറ്റർ വന്നു. ദ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് അറ്റ് ദ കർവ് ആസ് പെർ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് സ്പെസിഫിക്കേഷൻ. അപ്പോൾ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് അവിടെയും ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് തന്നപ്പോഴത്തേനും ഗ്രേഡ് കോമ്പൻസേഷൻ 2 ഉണ്ട്. ഏതൊക്കെയാണ്? 30 + r/r 75/r അതിനുള്ള മിനിമം വാല്യൂ. ഓക്കെ, അപ്പം 30 + 50 എന്ന് പറയുമ്പോൾ എന്തുവാ? 80 / 50 എന്ന് വരും. അല്ല 75 / 50 എന്ന് വരും. അപ്പോൾ 80/50 എത്ര വരുന്നത്? 80 / 50 വരുമ്പോൾ അറൗണ്ട് ഒരു 1.6 വരും. 75 / 50 വരുമ്പോൾ അറൗണ്ട് ഒരു 1.5 വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മിനിമം ഏതാ? 1.5. അപ്പോൾ നമ്മുടെ ഗ്രേഡ് കോമ്പൻസേഷൻ 1.5. അപ്പോൾ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്ര വരും? 6 - 1.5. 6 - 1.5 എന്ന് പറയുമ്പോൾ 6ൽ നിന്ന് 1 പോയാൽ 5, 5ൽ നിന്ന് 0.5 പോയാൽ 4.5. അപ്പം കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻറ്റ് എത്രയാണ്? 4.5% ആണ്.
ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, റേഡിയസ് ഓഫ് എ കർവ് ഈസ് 240 മീറ്റർ. 6 തന്നിട്ടുണ്ട്, 240 മീറ്ററും തന്നിട്ടുണ്ട്. ഓവർ എ ഹൈവേ വിത്ത് എ ഗ്രേഡിയൻറ്റ്. ഹൈവേയുടെ ഗ്രേഡിയൻറ്റ് എത്ര? 1/15. ദ ഗ്രേഡ് കോമ്പൻസേഷൻ ഈസ്, ഇവിടെ കോമ്പൻസേറ്റഡ് ഗ്രേഡിയൻ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട, ഗ്രേഡ് കോമ്പൻസേഷൻ കണ്ടുപിടിച്ചാൽ മതി. ഗ്രേഡ് കോമ്പൻസേഷൻ്റെ ഇക്വേഷൻ എന്താ? 30 + r/r അല്ലെങ്കിൽ 75/r, അതിൻ്റെ മിനിമം. അപ്പോൾ 30 + 240 എത്ര വരും? 270. 270 ഡിവൈഡഡ് ബൈ 240 എന്ന് വരും. അല്ലെങ്കിൽ എത്രയാണ്? 75 ഡിവൈഡഡ് ബൈ 240 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവൻ എത്ര വരും? 270/240 ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അറൗണ്ട് ഒരു 1.125 എന്ന് വരും. 75/240 ആകുമ്പോൾ ലെസ് ദാൻ 1 ആണ്. അത് എത്ര വരും എന്നറിയാം? 0.3125 വരും. അപ്പോൾ ഏതാണ് കുറവുള്ള വാല്യൂ? 0.3125. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. എല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.